ഈ മേലിലെ ആകുമ്പോൾ പ്രത്യേകിച്ച് ശ്രീകണ്ഠനാഥ ചേട്ടനെ വിട്ടുകളയാൻ പറ്റില്ല. അല്ലേ, ചേട്ടനും റോൾ മോഡലുമാണ്. നമ്മളൊക്കെ ഈ മെലിലായിൽ ആക്ച്വലി ഞങ്ങളുടെ ഈ ഗ്രാമത്തിൽ ഒരുപാട് സിമ്പിൾ മനുഷ്യരുള്ള ഒരു സ്ഥലം. ഒരു തരത്തിലും ഒരു നിഷ്കളങ്കരായ ആൾക്കാരാണ് എല്ലാവരും തന്നെ. അതിൻ്റെ ആ നിഷ്കളങ്കതയിൽ ഒപ്പം സ്വാഭാവികമായിട്ടും കുറച്ച് മദ്യവും വാറ്റും ഒക്കെ ചീട്ടുകളിയും സംഭവങ്ങളെല്ലാം ഉണ്ട്. ചീട്ടുകളി എല്ലാം ഉണ്ട്. പച്ചയ മനുഷ്യരാ. അങ്ങനെ ഒരു സ്വാഭാവികമായ ഒരു അന്തരീക്ഷത്തിൽ വഴക്കും തെറിവിളിയൊക്കെ ഉണ്ടാവും. അപ്പം കമ്പോളത്തിൽ എപ്പോഴും ഒരു അടിയുണ്ടാവാം. അങ്ങനെയൊക്കെ ഒരു കാലം ആയിരുന്നു. തോട്ടിൻ്റെ സൈഡിൽ അത്യാവശ്യം ഒഴുപ്പും വാറ്റും സെറ്റപ്പും പോലീസ് ഇടയ്ക്കിടയ്ക്ക് പിടിച്ചുകൊണ്ട് പോകും. എക്സൈസുകാർ വരും. ശ്യാമസുന്ദര കേരള ഭൂമി തന്നെയായിരുന്നു. അങ്ങനെയുള്ള ഒരു ഗ്രാമത്തിലാണ് ശ്രീകണ്ഠൻ ചേട്ടൻ്റെ ഒരു നേതൃത്വത്തിൽ ഞങ്ങൾ ഒരു ജനറേഷൻ ഉണ്ടാകുന്നത്. ആ നേതൃത്വം പറയാൻ കാരണം വെച്ചാൽ അദ്ദേഹത്തിന് ഈ ഞങ്ങൾക്കൊക്കെ ഒരു 10-11 വയസ്സുള്ളപ്പോൾ തന്നെ റേഡിയോ ക്ലബ്ബ് എന്നൊരു സംഭവം ഉണ്ടാക്കി. ഞങ്ങളെല്ലാവരും തിരുവനന്തപുരത്ത് പോയി ആകാശവാണിയിൽ പോയിട്ട് റേഡിയോ അവതരിപ്പിക്കുന്നു. പിന്നെ ഒരു ക്ലബ്ബ് കൾച്ചർ ഞങ്ങൾ കുട്ടികളെല്ലാം. അപ്പോൾ ഒരു വലിയൊരു സംഘം ചെറുപ്പക്കാർ വലിയൊരു മൊറയിലായിട്ട് മാറും സമൂഹത്തിൻ്റെ. ഈ മറ്റ് സംഭവങ്ങളിലേക്കൊന്നും പോവാതെ എല്ലാവരും നല്ല കുട്ടികളായിട്ട് കുറേ പേര്. ഇപ്പം ഞങ്ങളുടെയൊക്കെ മുമ്പിൽ ഈ ഒരു മുമ്പേ നടന്ന ആള് ശ്രീകണ്ഠൻ ചേട്ടനാണ് ശരിക്കും ഇത്തരം കാര്യങ്ങളിൽ. പിന്നെ പഠിക്കാനായാലും ഉണ്ട്. ഞങ്ങളുടെ സ്കൂളിലെന്ന് പറഞ്ഞാൽ SLCക്കൊക്കെ 210 മാർക്ക് വാങ്ങിക്കുന്നവർ ഭയങ്കരന്മാരാണ്. അവര് ലോകത്ത് എവിടെ പോയാലും ഭയങ്കരന്മാരാവുന്ന അതാ. കാരണം വെച്ചാൽ ഒന്നും പഠിക്കാതെയാണ് 210 മാർക്ക്. അങ്ങനെ ഒരു 220 മാർക്ക് വാങ്ങിച്ച ആളാണ് ശ്രീകണ്ഠൻ ചേട്ടൻ. ആരും ജയിക്കത്തില്ല ആ സ്കൂളിൽ. ഞങ്ങളുടെ ക്ലാസ്സിലൊക്കെ 4 പേരാ ജയിക്കുന്നേ. അതിലൊരാളായിരുന്നു ഞാനും. പഠിച്ചിട്ടല്ല, ഇങ്ങനെ ജയിക്കുന്നതാണ്. അപ്പം അത്രയും മോശമായിട്ട് പഠിച്ചിട്ട് പോലും നമ്മൾ ജയിക്കുന്ന ഒരു അപൂർവം ആൾക്കാരിൽ ശ്രീകണ്ഠൻ ചേട്ടൻ ഒരാളായിരുന്നു നമ്മുടെ തൊട്ട് മുമ്പ്. അതിനുശേഷം അദ്ദേഹം പ്രീ ഡിഗ്രി പുനലൂർ കോളേജിൽ പഠിക്കുന്നു. ഇതൊന്നും പഠിക്കണമെന്നൊന്നും അല്ല. റേഷൻ കടയുണ്ട്, അവിടെ പോയിരുന്നു കണക്കൊക്കെ എഴുതും, അച്ഛനെ സഹായിക്കും. പഠിക്കണമെന്നല്ല, പിന്നെ അങ്ങ് പഠിക്കുക. നിയോഗം വേറെ കിടക്കുന്നു. പ്രീ ഡിഗ്രി പുള്ളിക്ക് 2nd ക്ലാസ് മാർക്ക് കിട്ടി. അങ്ങനെ കൊള്ളാലോ എന്ന് പുള്ളിക്കും തോന്നി. അങ്ങനെ ഡിഗ്രി പുള്ളി കൊല്ലത്ത് SN കോളേജിൽ ഡിഗ്രിക്ക് പുള്ളിക്ക് 1st ക്ലാസ് കിട്ടി. പിന്നെ MA. അപ്പോഴത്തേക്കും പുള്ളി നല്ലൊരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നു. കൃത്യമായും പുള്ളിക്ക് റൂട്ട് കിട്ടി അപ്പോഴേക്കും. പിന്നെ കോളേജിലെ എല്ലാ കാര്യങ്ങളിലും നന്നായി സംസാരിക്കും. അപ്പോൾ MAക്ക് ഏറ്റവും നല്ല റാങ്കിൽ ഒരു 6th റാങ്ക് ലെവലിലൊക്കെ MAക്ക് സ്റ്റേറ്റ് ലെവലിൽ. ഈ SLC 220-കാരനാണ്. ഗ്രാഫ് മാറുന്നതാണ്. അത്രയും പൊട്ടൻഷ്യൽ ഉണ്ട്. അങ്ങനെ പുള്ളി അവിടുന്ന് MPhilന് കാര്യവട്ടത്ത് പഠിക്കുന്നു. കാര്യവട്ടത്ത് MPhilനും നല്ല റാങ്കിൽ പുള്ളി പാസ്സാവുന്നു. കേളർമ കോളേജിൽ ലെക്ചററായിട്ട് ഗവൺമെൻറ് കോളേജിൽ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നു. പഠിപ്പിക്കുന്നു. അതിനിടയ്ക്ക് UPSC എഴുതുന്നു. പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ആവുന്നു ആകാശവാണിയിൽ. ഇടയ്ക്ക് ഇവിടെ IAS എഴുതുന്നു. പ്രിലിമിനറി കിട്ടുന്നു 2 പ്രാവശ്യം. മെയിനാണ് പൊട്ടിപ്പോയത്. അങ്ങനെ അപ്പം നമ്മുടെ മുമ്പിൽ ഈ മനുഷ്യൻ ഇങ്ങനെ സഞ്ചരിക്കുമല്ലേ. ഒരു IAS